നമ്മൾ സെക്യുലറിസ്റ്റ് ആണെന്ന് പറയണമെങ്കിൽ പിന്നോക്കക്കാരനെ ചവിട്ടണം എന്ന ഒരു പുതിയ കാഴ്ചപ്പാട് എവിടെയോ ഉയർന്നു വന്നിട്ടുണ്ട്. അത് EMSന്റെ കാര്യത്തിൽ അത് ബോധപൂർവം ആണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ദുരന്ത ഫലം അനുഭവിച്ചു. PK ബാലകൃഷ്ണൻ്റെ ഈ പുസ്തകത്തെ കേരളത്തിലെ ഒറിജിനലായിട്ടുള്ള സാമൂഹിക വിമർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകകളിലൊന്നായിട്ടാണ് കാണുന്നത്. നാരായണ ഗുരുവിനെ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ട് നമ്മൾക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്, നായന്മാരോ നമ്പൂരിമാരോ അത് തരില്ലെന്ന് മാത്രമല്ല തല്ലാൻ പോയിട്ടുമുണ്ട്. ഗുരുവിനെ ദൈവമാക്കിയതും കല്ലാക്കിയതും ഗുരുവിന് ശിഷ്യന്മാരാണ്, ഗുരു ആയിരുന്നില്ല. നമുക്ക് ജാതിയും മതവും ഇല്ല എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന പാണ്ഡ്യ ചോള വംശങ്ങള്, ചോളന്മാര് അവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ജാവ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോകാനുണ്ട്, നമ്മൾ ഇവിടെ എത്തിയില്ല. കുറെ ആളുകൾ കപ്പൽ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഈ സാമുദായിക വിഭാഗങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നതിൽ അന്നത്തെ കോൺഗ്രസ്സുകാരും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഈ രണ്ടു കൂട്ടരും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മാധ്യമപ്രവർത്തകനും സാംസ്കാരിക വിമർശകനും ചരിത്രകാരനുമായ ശ്രീ NP ചെക്കുട്ടിയാണ്. കേരളത്തിലെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായ പഠനങ്ങൾ നടത്തിയ PK ബാലകൃഷ്ണനെ കുറിച്ച് ഓർക്കുന്ന ഘട്ടമാണിത്. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷമാണിത്. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന ഗ്രന്ഥം PK ബാലകൃഷ്ണൻ എഴുതിയിട്ട് അരനൂറ്റാണ്ടിനടുത്തെത്തിയിരിക്കുന്നു. വളരെ വേറിട്ട വഴികളിലൂടെ കേരളീയ ചരിത്രത്തെ അന്വേഷിച്ച PK ബാലകൃഷ്ണൻ്റെ ഈ കൃതി ഭൂതകാലത്തിൻ്റെ അനുഭവങ്ങളെ മാത്രമല്ല വർത്തമാനത്തെയും ഭാവിയെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു പ്രമുഖ പ്രവർത്തനമാണ്. താങ്കൾ എങ്ങനെയാണ് ഈ പ്രവർത്തനത്തെ കാണുന്നത്? ഞാൻ ഈ പുസ്തകത്തെ, ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും, PK ബാലകൃഷ്ണൻ്റെ ഈ പുസ്തകത്തെ കേരളത്തിലെ ഒറിജിനലായിട്ടുള്ള സാമൂഹിക വിമർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകകളിലൊന്നായിട്ടാണ് കാണുന്നത്. കാരണം പല കാരണങ്ങളാൽ കേരളീയ സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവത്തെ കൃത്യമായിട്ട് നിർവചിക്കുകയും അതിനെക്കുറിച്ച് വളരെ വിമർശനാത്മകമായിട്ട് ഒരു പഠനം നടത്തുകയും ചെയ്തിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം. കാരണം അദ്ദേഹം ഈ വരുന്ന പശ്ചാത്തലം പിന്നോക്ക സാമൂഹിക വിഭാഗത്തിൽ നിന്ന് വന്ന ആളെന്ന നിലയിൽ ഈ ജാതി വ്യവസ്ഥിതി എത്രമാത്രം നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളെ, അവരുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു, അവർക്ക് തലപൊന്തിക്കാൻ എഴുന്നേൽക്കാത്ത വിധം അതൊരു വല്ലാത്തൊരു ഭീകരാവസ്ഥ സൃഷ്ടിച്ചിരുന്നു എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടുള്ള ഒരു പണ്ഡിതനാണ്, ഒരു ചിന്തകനാണ് PK ബാലകൃഷ്ണൻ. തീർച്ചയായും ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ രാഷ്ട്രീയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാമൂഹിക പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു പഠനം എന്ന നിലയിൽ ഇത് ഇപ്പോൾ 50 കൊല്ലത്തോളമായിട്ടും ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒറിജിനലായിട്ടുള്ള ചിന്തകൾ, അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളീയ സമൂഹത്തെ ഏതാണ്ട് 1860 കാലം വരെയുള്ള പീരീഡിൽ ഒരു തരത്തിലുള്ള വളർച്ചയും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള പുരോഗമനവും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള വെളിച്ചവും ഇല്ലാത്ത ജാതി സമൂഹങ്ങളുടെ, ഉപജാതി സമൂഹങ്ങളുടെ ശവക്കല്ലറകൾ നിറഞ്ഞ ഒരു സെമിറ്ററി എന്ന മട്ടിലുള്ള ഒരു അവസ്ഥയാണ്. അദ്ദേഹം അതിൻ്റെ ഭീകരാവസ്ഥയെ അതിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. ഇതൊരു റിയാലിറ്റിയാണ്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ പിന്നോക്കക്കാരായി എന്ന് മാത്രമല്ല, തങ്ങളുടെ പിന്നോക്കാവസ്ഥയുടെ ആ ഭീകരാവസ്ഥ പോലും അവർക്ക് അറിയാൻ കഴിയാത്ത വിധം ഈ ശ്രേണീകൃതമായിട്ടുള്ള ഒരു സാമൂഹിക വിഭജനം ഉണ്ടായി. ഏറ്റവും മുകളിലുള്ള ആള് അടിച്ചമർത്തുന്ന ഒരു സംവിധാനത്തിനകത്ത് തൻ്റെ തൊട്ട് മുകളിലുള്ള ആളോട് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതിഷേധം. ഏറ്റവും താഴെയുള്ളവൻ ചവിട്ട് കൊള്ളുന്ന തൊട്ട് മുകളിലുള്ള ആൾ, അയാൾക്ക് അതിന് മുകളിൽ കിട്ടുന്നത്, അതിൻ്റെ മുകളിൽ വേറെ. അപ്പം ഇങ്ങനെ ശ്രേണീകൃതമായി ചവിട്ട് വരുമ്പോൾ ഏറ്റവും മുകളിലാണ് ഈ ചവിട്ടിൻ്റെ ആധ്യാത്മിക കേന്ദ്രം, അതിൻ്റെ ചിന്താ കേന്ദ്രം എന്ന് മനസ്സിലാകാതെ തൊട്ടുമുകളിലുള്ള ആളോട്, തൊട്ടടുത്തുള്ള ആളോട് നിരന്തരമായിട്ട് കലഹിക്കുന്ന ഒരു സാമൂഹികാവസ്ഥ കേരളത്തിൻ്റെ വളർച്ചയെ, കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നതിനെ പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തി എന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു തിസിസ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് തോന്നുന്നത് 80-കൾക്ക് ശേഷം കേരളത്തിൽ വളർന്നു വന്ന പല സാമൂഹിക നവീകരണം, പ്രത്യേകിച്ചും ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ കീഴാള പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നപ്പോഴും അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ നൽകിയത്, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ക്ലാരിറ്റി നൽകിയത് ഈ ഒരു അനാലിസിസ് ആണ്. കാരണം മറ്റ് സാമൂഹിക ചിന്തകരൊന്നും ആ തരത്തിൽ ഈ ശ്രേണീകൃതമായ സമൂഹം എങ്ങനെയാണ് നമ്മുടെ സാമൂഹികമായ വളർച്ചയെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തത്, ഒരു തരത്തിലെ ജഡമായിട്ടുള്ള സാമൂഹിക അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോയത് എങ്ങനെയാണ് തുടങ്ങിയ വിഷയങ്ങൾ അതിനു മുമ്പ് ഒരു ചിന്തകനും മറ്റിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു അപ്പർ ക്ലാസ്സിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ കേരളത്തിൽ എല്ലായ്പ്പോഴും. അപ്പോൾ അത് ഒരു വസ്തുതയാണ്. അവരുടെ ഒരു ചരിത്ര പഠനത്തിൻ്റെ ഒരു രീതി ഈ പഴയ ജാതി പ്രമാണിമാരുടെ, ജാതി സമൂഹങ്ങളുടെ, മേൽജാതി സംവിധാനങ്ങളുടെ ഒരു ആധിപത്യം, അത് കേരളീയ ചരിത്രം യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും ഒരു മേൽജാതി ചരിത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇളംകുളമായാലും ശരി, മറ്റേത് ചരിത്രകാരനായാലും ശരി, ആ തരത്തിലുള്ള സാമൂഹിക ജാതി വിഭാഗങ്ങളുടെ ഒരു പ്രാമാണ്യം വലുതായിട്ട് പറയുകയും അത് പരശുരാമൻ കൊണ്ടുവന്നിട്ട് യവന്മാർക്കൊക്കെ കൊടുത്തിട്ട് ദാനം കൊടുത്തു എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ അവകാശങ്ങളുണ്ടെന്ന് ഒന്ന് അടിച്ചുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ രീതിയെ ചോദ്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ വളരെ ചുരുക്കം സമീപകാല ചരിത്രകാരൻ മാത്രമാണ് തയ്യാറായത്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന, ആ ഒരു മോൾഡിനെ ബ്രേക്ക് ചെയ്യുന്ന, ആ തോട്ട് പ്രോസസ്സിനെ ബ്രേക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനാലിസിസ് ആണ് പി കെ ബാലകൃഷ്ണൻ്റേത്. ആ നിലയ്ക്കാണ് ഈ പുസ്തകത്തിന് പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കേരളീയ സമൂഹത്തിൻ്റെ ഒരു ഉണർവിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ബ്രേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. 1850 മുതലുള്ള പ്രത്യേക ഘട്ടത്തെക്കുറിച്ച്. ആ പരിവർത്തന ഘട്ടത്തെക്കുറിച്ച് എന്താണ്? അതാണ് ഇതിലുള്ള പ്രശ്നം. പി കെ ബാലകൃഷ്ണൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ആക്ച്വലി കൊളോണിയൽ മോഡേണിറ്റി എന്ന് പറയുന്ന പീരീഡ് നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന ഒരു പീരീഡിനെ കുറിച്ചാണ്. അതായത് കേരളത്തിലെ തോട്ട സമ്പ്രദായം, അതുപോലെ തന്നെ തീരദേശങ്ങളിലെ വ്യവസായ വാണിജ്യ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം യൂറോപ്യൻ സംവിധാനമാണ്. ആക്ച്വലി യൂറോപ്യന്മാരാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ വയനാട്ടിൽ മുതൽ മൂന്നാർ അങ്ങോട്ട് തെക്കോട്ടുള്ള എല്ലാ സ്ഥലത്തുള്ള തോട്ടങ്ങൾ 1850-കൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ വികസിച്ച് വരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന മിക്കവാറും എല്ലാ തോട്ടങ്ങളും 1850-കൾക്ക് ശേഷം വരുന്നതാണ്. ആ തോട്ടങ്ങളിലേക്ക് ധാരാളം പണിക്കാർ വന്നിട്ടുണ്ട്. പണിക്കാർ ഒന്നിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സാമൂഹിക ജീവിതത്തിൽ, വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ കുട്ടികൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസങ്ങൾ. തീരദേശത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. തീരദേശത്ത് മലബാർ പ്രദേശത്ത് എനിക്ക് തോന്നുന്നത് ബേസൽ മിഷൻ്റെ ഒരു 1840 മുതൽ ഗുണ്ടർട്ടനെ പോലുള്ള ആളുകൾ വരുന്നു. തെക്ക് LMS, CMS തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ വരുന്നത് 1850-60 പീരീഡിലാണ്. കേരളത്തിൽ അച്ചടി സംവിധാനം വരുന്നത്, മാധ്യമ പ്രവർത്തനം, വാർത്താ മാധ്യമങ്ങൾ വരുന്നത്, ലൈബ്രറികൾ വരുന്നത്, പുസ്തകങ്ങൾ വരുന്നത് എല്ലാം ഈ പീരീഡിലാണ്. ആ പീരീഡിൽ യഥാർത്ഥത്തിൽ ഒരു കൊളോണിയൽ മോഡേണിറ്റിയുടെ വലിയ ഒരു വെളിച്ചം നമ്മുടെ സൊസൈറ്റി കിട്ടിയിട്ടുണ്ട്. അത് കീഴാള സമൂഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നാക്ക ജാതികളിൽപ്പെട്ട ധാരാളം ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ അത് സഹായിച്ചിട്ടുണ്ട്. അവർ പലരും തൊഴിൽ നേടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മലബാറിൽ ഗുണ്ടർട്ടിൻ്റെ അതെ ഓട്ട് കമ്പനികൾ വന്നു, ടൈൽ ഫാക്ടറികൾ വന്നു, കാഷ്യൂ ഫാക്ടറികൾ വന്നു, നെയ്ത്ത് വന്നു. ഇപ്പം ഇത് വന്നപ്പോഴും നമ്മളൊരു ഏറ്റവും രസകരമായി, അത് ദിലീപ് മേനോൻ പോലെ ചരിത്രകാരന്മാരുടെ വൃത്തിയാണ്. ദിലീപ് മേനോൻ പറയുന്ന ഒരു കാര്യം പി കെ ബാലകൃഷ്ണൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ദിലീപ് മേനോൻ പറയുന്നൊരു കാര്യം, ഈ ബേസൽ മിഷൻ്റെ ഓട്ട് കമ്പനികൾ വന്നപ്പോൾ തലശ്ശേരിയിൽ ഓട്ട് കമ്പനി ഉണ്ടായിരുന്നു, കോഴിക്കോട്ടുണ്ടായിരുന്നു, ഫറൂഖിലുണ്ടായിരുന്നു. അപ്പോൾ തലശ്ശേരി ഭാഗത്ത് ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട, തീയ സമുദായത്തിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം ഈ ഓട്ട് കമ്പനി തൊഴിലാളിയായി ചേർന്നു. അതിൻ്റെ വിദ്യകളൊക്കെ പഠിച്ച യൂറോപ്പിൽ പോയി കൂടുതൽ പഠനം നടത്തി. പിന്നീട് അദ്ദേഹം കേരളത്തിൽ വന്നിട്ടാണ് ഈ ആറോൺ ഫാക്ടറി സ്ഥാപിക്കുന്നത്. സാമുവൽ ആറോൺ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സദാനന്ദൻ എന്തോ പേരായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നീട് ക്രിസ്ത്യാനിയായിട്ട് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ സൗകര്യമായിട്ട് പഠിച്ചു വന്നിട്ടതിന് ശേഷം ഫാക്ടറി, മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറി അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം അങ്ങനെ ഫാക്ടറിയുമായിട്ട് നിൽക്കുന്ന സമയത്താണ് നാരായണ ഗുരു മലബാറിലേക്ക് എഴുന്നള്ളുന്നത്. 1915-16 കാലത്താണ് അദ്ദേഹം വരുന്നത്. ആദ്യം കുമാരനാശൻ വന്നു, പിന്നെ ഗുരു വന്നു. അപ്പോൾ ഗുരു അവിടെ കണ്ണൂരിൽ ഈ സുന്ദരേശ്വര ടെമ്പിളിന് വേണ്ടിയിട്ട് പണം പിരിക്കുന്നത് 1917-18 പണം പിരിക്കുന്ന സമയത്താണ്. നമ്മുടെ കൊറ്റിയത്ത് ജോയി മൂപ്പര് അങ്ങനെയുള്ള വലിയ പ്രമാണിമാരൊക്കെ, അവർ ഈഴവ പ്രമാണിമാരാണ്, അദ്ദേഹത്തിന് വേണ്ടി സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ചെറുവാരി ഫാമിലി ഉണ്ട്, കൊറ്റിയത്ത് ഫാമിലി, ഇവരൊക്കെയാണ് സ്വാമിയുടെ പ്രധാനപ്പെട്ട ആളുകൾ തലശ്ശേരിയിലും കണ്ണൂരും ഒക്കെ. പക്ഷെ ഏറ്റവും കൂടുതൽ പണം സ്വാമിക്ക് ഒന്നിച്ചു കൊടുത്തത് ഈ പറഞ്ഞ സാമുവൽ ആറോൺ. സ്വാമി നോക്കുമ്പം
കണ്ണു തള്ളി പോകുന്ന ഇത് വലിയൊരു സംഖ്യ. എന്താ കാരണം? പുള്ളിക്കാരൻ പൂർവാശ്രമത്തിൽ നാരായണ ഗുരുവിനോടുള്ള ബഹുമാനം അന്നും അതേ നിലനിർത്തി. അപ്പം ആ തരത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1860 ശേഷമുള്ള ഈ പീരീഡിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ മോഡേൺ ആയിട്ടുള്ള ആശയങ്ങൾ കേരളീയ സമൂഹത്തിന് ഒരു പുതിയ വെളിച്ചം നൽകുന്ന പുതിയൊരു അത് ആക്ച്വലി നാരായണ ഗുരുവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. നാരായണ ഗുരുവിനെ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ട് നമ്മൾക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്, നായന്മാരോ നമ്പൂരിമാരോ അത് തരില്ലെന്ന് മാത്രമല്ല തല്ലാൻ പോയിട്ടുമുണ്ട്. അദ്ദേഹം പിന്നെ ശിവനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് തല്ലാൻ പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ ശിവനെയല്ല, എൻ്റെ ശിവൻ ശിവനാണ്, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം വെച്ചാൽ ഈ കൊളോണിയൽ മോഡേണിറ്റിയുടെ വെളിച്ചം കീഴാള സമൂഹങ്ങൾ കിട്ടാൻ തുടങ്ങുന്നത് ഈ പീരീഡിലാണ്. അതിന് ശേഷമുള്ള പീരീഡ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണെന്ന് കാര്യം സംശയമില്ല. ഈ സമുദായ സംഘടനകളുടെ ഒരു വരവാണ് അതിനുശേഷം സംഭവിക്കുന്നത്. അതെ. അപ്പം പി കെ ബാലകൃഷ്ണൻ നാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക്കലായിട്ട് നാരായണ ഗുരുവിനെ ഒരു ദൈവമല്ലാതെ മനുഷ്യനായിട്ട് തന്നെ കാണുന്ന രീതിയിലുള്ള പുസ്തകമാണ്. വളരെ ഷാർപ്പാണ്. ഗുരുവിനെ ദൈവമാക്കിയതും കല്ലാക്കിയതും ഗുരുവിന് ശിഷ്യന്മാരാണ്, ഗുരു ആയിരുന്നില്ല. പി കെ ബാലകൃഷ്ണൻ നമുക്ക് ജാതിയും മതവും ഇല്ല എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അതെ. അപ്പോൾ പി കെ ബാലകൃഷ്ണനെ സംബന്ധിച്ച് ഈ ചരിത്ര പഠനത്തിൽ തന്നെ അദ്ദേഹം DD കോസാമ്പിയുടെ ഒരു വഴിയാണ് പിന്തുടരുന്നതെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഒരു ചരിത്രത്തിൻ്റെ പഠന രീതികളെയും അത് പഠിച്ച വ്യക്തികളെയും അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. പത്മനാഭ മേനോൻ, അതെ, ഇളംകുളം, ശ്രീധര മേനോൻ തുടങ്ങിയ ആളുകളെ അതൊന്നൊക്കെ വേറിട്ട് ഏത് വഴിയിലൂടെയാണ് പി കെ ബാലകൃഷ്ണൻ? അത് വളരെ പ്രധാനമാണ്. കാരണം കേരളത്തിലെ ചരിത്രം പഠനം എന്ന് പറയുന്ന ഒരു മേൽജാതി ധാരയായിരുന്നു. നിങ്ങളൊരു 10-25 കൊല്ലം മുമ്പ് വരെയുള്ള കേരള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നായർ, അല്ലെങ്കിൽ മേനോൻ, അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ആളുകൾ, ഈ കൂട്ടരല്ലാതെ ചരിത്രരചനാ രംഗത്തേ ഇല്ല. ഇപ്പം KP പത്മനാഭനും മേനോനെ പോലെ ഇളംകുളം കുഞ്ഞമ്പിള്ള ആയാലും ശരി, MGS നാരായണനും ശരി, MP ശ്രീകുമാര മേനോനായാലും ശരി, കേശവൻ വെളുത്താട്ടായാലും ശരി, നിങ്ങളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കീഴാള സമൂഹത്തിൽ നിന്ന് ഒരു മരുന്നിന് പോലും ഒരാളെ കിട്ടില്ല. ഡോക്ടർ TK രവീന്ദ്രൻ ഒരാളാണ് ആകെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഇങ്ങനെ മൊത്തത്തിൽ മുങ്ങി തപ്പിയാൽ കിട്ടാനിടയുള്ള ഒരേ ഒരു നോൺ എലീറ്റിസ്റ്റ് കമ്മ്യൂണിറ്റീസ് എന്ന കീഴാള സമൂഹത്തിൽ ഒരേ ഒരു സ്കോളർ ആ കാലത്തുണ്ടായിരുന്നത് TK രവീന്ദ്രൻ മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾ മുഴുവനും പിന്നെ ഡോക്ടർ CK കരീം, മുസ്ലിം സമൂഹത്തിൽ നിന്ന് CK കരീം പോലെ 1-2 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഒരു വലിയ ഡോമിനൻസ് ഉണ്ടായിരുന്നു. ആ ഡോമിനൻസിലുള്ള ഏറ്റവും സംഗതി കീഴാള സമൂഹങ്ങളുടെ ജീവിതത്തെ അവർ പൂർണ്ണമായിട്ടും അവഗണിക്കേണ്ടായി. എൻറ്റയർ ഹിസ്റ്റോറിയൻസ്. അപ്പോൾ അതായത് ഇളംകുളത്തിൻ്റെ ഒരു വലിയത് 2ാം ചേര സാമ്രാജ്യം. ഈ പറയുന്ന ഗതികെട്ട പ്രദേശത്ത് എന്ത് ചേര സാമ്രാജ്യമാണ്? സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും 4 യുദ്ധങ്ങളൊക്കെ നടത്തി ഇന്ത്യ ഇപ്പോൾ തമിഴ്നാട്ടിൽ പിന്നെ ഉണ്ടായിരുന്ന പാണ്ഡ്യ ചോള വംശങ്ങൾ, ചോളന്മാർ അവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ജാവ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോകാനുണ്ട്, നമ്മൾ ഇവിടെ എത്തിയില്ല. കുറേ ആളുകൾ കപ്പൽ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അവർ ഇവിടെ പിന്നെ ഈ കുരുമുളകും അതുപോലെ സാധനം കിട്ടുന്നതുകൊണ്ട് റോമക്കാരൊക്കെ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അതിന് കമ്മീഷൻ നമ്മൾ വാങ്ങിച്ചു എന്നല്ലാതെ യഥാർത്ഥത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ സാമ്രാജ്യ ചരിത്രമൊന്നും പറയാനില്ല. പക്ഷേ നമ്മൾ ഈ ജാതി മേൽക്കോയ്മയുടെ വലിയ പാരമ്പര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പാടിപ്പുകഴ്ത്തുക എന്നുള്ളത് നമ്മുടെ രീതിയായതുകൊണ്ട് നമ്മൾ ആ ചരിത്രത്തെ അങ്ങനെ തന്നെ എന്താ പറയുക തൊണ്ട തൊടാതെ വിഴുങ്ങിയതാണ്. പക്ഷെ അതിനെ അദ്ദേഹം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് ചില കാര്യങ്ങളൊന്നും ഈ ജാതി മേൽക്കോയ്മ കേരളത്തിലൊരു ജഡ സമൂഹമാണ് ഉണ്ടാക്കിയത്. ജഡമായ ജീവനില്ലാത്ത ഒരു സൊസൈറ്റി. ഇത് കൊസാംബിയേക്കാൾ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന ഐഡിയ, സഭയുടെ ചരിത്ര ഗവേഷണ രീതി തീർച്ചയായും അദ്ദേഹം പിൻപറ്റുന്നുള്ള ശരി. പക്ഷേ ഈ പെർട്ടിക്കുലർ ഐഡിയ, ജഡമായ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഈ സങ്കല്പം കൊസാംബിക്ക് മുമ്പ് മാർക്സ് കൊണ്ടുവന്ന മാർക്സിൻ്റെ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അത് പിന്നെ എന്താ പറയുക, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ചലനരഹിതമായിട്ടുള്ള ഗ്രാമസമൂഹങ്ങളെക്കുറിച്ച് 1850കളിൽ തന്നെ മാർക്സ് അദ്ദേഹത്തിൻ്റെ പിന്നെ രചനകൾ, ഇന്ത്യയെക്കുറിച്ചുള്ള കൃത്യമായിട്ട് രചനകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് കുറേയൊക്കെ പിന്നെ തെറ്റാണെന്ന് ചില പിൽക്കാല മാർക്സിസ്റ്റുകാരത് പോലും ഉദാഹരണത്തിന് ഇർഫാൻ ഹബീബിനെ പോലുള്ള ആളുകൾക്ക് വാദിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ അനുഭവം നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. വളരെ ജഡമായിട്ടുള്ളൊരു സാമൂഹിക അവസ്ഥ, സാമൂഹികമായ വളർച്ചയ്ക്ക് ഒരു സാധ്യതയെ 19ാം നൂറ്റാണ്ടിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കീഴാള സമൂഹ ചിന്തകനാരാള്, അല്ലെങ്കിൽ ഇപ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം എഴുത്തച്ഛൻ സംബന്ധിച്ച് എനിക്ക് അത് അത്ര ഉറപ്പില്ല. എന്തായാലും ശരി, തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഒരു ഭക്തി പാരമ്പര്യം ഒഴിച്ചാൽ
വേറെ ആ തരത്തിലുള്ള ഒരു പിന്നെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. കുറച്ച് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇത്രയും ഒരു വലിയ വിപുലമായ ജനസംഖ്യ ഉണ്ടായിട്ട് പോലും അങ്ങനെ സംഭവിക്കാനുള്ള കാരണം അവർക്ക് സാമൂഹികമായ ഉന്നതിക്ക് മുന്നോട്ട് വളരാനുള്ള ഒരു സാധ്യതയും ഈ ജാതി സമൂഹം, ഉപജാതി സമൂഹം, ഇദ്ദേഹത്തിനെ ക്യാൻസർ എന്നാണ് ഇദ്ദേഹം വിളിക്കുന്നത്. വികേവലക്ഷൻ ക്യാൻസറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തട്ടുകളിൽ വലിയ കള്ളികളിൽ ഒതുക്കപ്പെട്ടിരിക്കുന്ന ഒരു സൊസൈറ്റി, ആ ഒരവസ്ഥ, ആ സൊസൈറ്റിയെക്കുറിച്ച വിശകലനം തീർച്ചയായും മാർക്സിൻ്റെ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചുള്ള വിശകലനവുമായിട്ട് യോജിച്ചു പോകുന്നതാണ്. ആ നിലയിൽ തന്നെയുള്ള പഠനങ്ങൾ സത്യത്തിൽ കേരളീയ സമൂഹത്തെക്കുറിച്ച് വേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ഉൽപ്പാദന സംവിധാനവും ഇല്ലാതെ പോവുകയും ഒരുതരം പെറുക്കിത്തീനി സമൂഹമായിട്ട് നമ്മൾ ദീർഘകാലം നിലനിന്നു പോയി എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. അതിനകത്ത് ഈ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന സമയത്ത് വാസ്കോഡി ഗാമ വന്ന വലിയ ഗംഭീരമായിട്ട് 10-30 കപ്പലുകളിലൊക്കെ ആയിട്ട് വന്നു, ആയുധങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഇവർ സാമൂതിരിയെ കാണാൻ പോണിച്ച ഒരു വർണ്ണനയുണ്ട്. ആ വർണ്ണനയിൽ ഒരു ദരിദ്രനായിട്ടുള്ള രാജാവിനെയാണ് അവർ കാണുന്നത്. കാര്യമായിട്ട് വസ്ത്രമൊന്നുമില്ല, കഞ്ഞിയൊക്കെയാണ് കുടിക്കുന്നത്. പിന്നെ ഒരു കുടിൽ മാതിരിയുള്ള വീട്ടിൽ, ഓല മേഞ്ഞ കുടിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പം ലിസ്ബൺ അവരെ സംബന്ധിച്ചത് ഇയാൾ ഏതാണ്ട് ഒരു ദരിദ്രവാസി രാജാവ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അവസ്ഥ ഈ രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ മഹാധിപതികളുടെ നാടാണത്. അതിന്റെ പിന്മുറക്കാരനാണ് ഈ സാമൂതിരി. മലബാറിലെ ഏറ്റവും അതെ, ചത്തും കൊന്നും വാണ് കൊള്ളുകാന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളതാണ് ഈ ഭൂമിയും പറമ്പ്, കോഴിക്കോടും അങ്ങാടിയും മലബാറും ഒക്കെ. പക്ഷേ ചത്തും കൊന്നും വാണ് കൊള്ളുന്ന ഈ ഇദ്ദേഹത്തിന്റെ ഗതികേടിനെ കുറിച്ച് പോർച്ചുഗീസുകാരൻ വന്നപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് എഴുതിയിരിക്കുന്നത്. ഇതിന് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇയാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിഭവങ്ങളില്ല, അതിന് വിഭവങ്ങളുണ്ട്, അധ്വാനിക്കാനുള്ള സംവിധാനം വേണം, അതിനൊരു സോഷ്യൽ കോൺട്രാക്ട് വേണം, സമൂഹങ്ങളുടെ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലൊരു ബന്ധം വേണം. അപ്പം അത് ഈവൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോലും അദ്ദേഹം ഇതിനകത്ത് വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കാര്യം, യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാർ വന്നപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന ഈ ചലനരഹിതമായ വ്യവസ്ഥയെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും. എന്തുകൊണ്ട്? അവർ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ റോമിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. റോമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരു ഗ്ലോബൽ കണക്ഷനാണത്. മാത്രമല്ല ഇവർ ഈ ആൻറ്റിയോക്കിലെ പഴയ കിഴക്കൻ റോമാ സാമ്രാജ്യവും മാത്രമായിട്ട് ബന്ധം മാത്രമല്ല, അങ്ങേയറ്റത്തെ ജാതി വ്യവസ്ഥയാൽ ബന്ധിതമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു സിറിയൻ ക്രിസ്ത്യൻസ്. അവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജാതി സംവിധാനത്തെ അവർ പരസ്യമായിട്ട് അംഗീകരിക്കുന്നില്ല. ജാതി സംവിധാനം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി. അത് ജാതിപരമായിട്ടുള്ള മുൻവിധികൾ, അത് സത്യത്തിൽ ഇപ്പം അത് സമീപകാലത്ത് അരുന്ധതിയൊക്കെ വളരെ കൃത്യമായിട്ട് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ജാതീയമായിട്ടുള്ള മുൻവിധികൾ ആ കമ്മ്യൂണിറ്റിക്ക് അകത്തുണ്ടായിരുന്നത് ഈ അരുന്ധതിയുടെ പുസ്തകത്തിലടക്കം വിശദീകരിക്കണം. അപ്പോൾ അതിൽ പോർച്ചുഗീസുകാർ റോമിൻ്റെ കീഴിലേക്ക് സിറിയൻ ക്രിസ്ത്യൻ സഭയെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിനു വേണ്ടിയിട്ടാണ് 1599, അതായത് പോർച്ചുഗീസുകാർ വന്ന് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഗോവയിലെ ബിഷപ്പ് ഇവിടെ വന്നിട്ട് പിന്നെ ഈ ഉദയംപേരൂർ സൂനഹദോസ് എന്ന് പറയുന്ന ഒരു സൂനഹദോസ് നടത്തി. സൂനഹദോസിൽ അവർ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ജാതി പാടില്ല, ജാതി വിഭജനങ്ങൾ പാടില്ല, തൊട്ടുകൂടായ്മ പാടില്ല തുടങ്ങിയ നിരവധി യഥാർത്ഥത്തിൽ ജാതി വ്യവസ്ഥയുടെ ഈ ഭീകരതയെ ഭേദിക്കുന്ന, അതിനെ ചെറുക്കുന്ന കുറേയേറെ നിർദ്ദേശങ്ങൾ ആ സൂനഹദോസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. അതാണ് പിന്നെ റോമിൻ്റെ ആധിപത്യം വന്നുണ്ടായ സമയത്തുണ്ടായത്. പക്ഷേ അതിനെതിരായിട്ട് പിന്നീട് കൂനൻ കുരിശിൽ സത്യാഗ്രഹം നടത്തിയ റിവോൾട്ട്, നമ്മൾ ഒരുപാടൊക്കെ അതൊരു വലിയ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പഴയ ജാതി വ്യവസ്ഥയുടെ ജാതീയമായ അന്ധതയുടെ കൂപമണ്ഡൂകങ്ങളായിട്ട് വീണ്ടും തിരിച്ചു പോകുന്ന ഒരു അനുഭവമാണിത് എന്ന് PK വർഷം പരസ്യമായിട്ട് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം അത് ഒരു പിന്നോക്കം പോക്കാണ്. നമ്മൾ സാമൂഹികമായ മുന്നോക്കം വരാനുള്ള ചില സാധ്യതകൾ ഉദയംപേരൂരിൽ ഉണ്ടായപ്പോൾ ഞങ്ങൾ അതിനോട് വിയോജിക്കുന്നു, ഞങ്ങൾ അതിൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോയി എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അത്രത്തോളം കേരളത്തിലെ മറ്റ് സാമൂഹിക വിഭാഗങ്ങളെ പോലും ഈ തരത്തിലെ ജാതീയമായിട്ടുള്ള മുൻവിധികളില്ലാത്ത കമ്മ്യൂണിറ്റികളെ പോലും ജാതി വരിഞ്ഞു മുറുക്കിയിരുന്നു എന്ന ഒരു വസ്തുതയാണ് ഇദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നത്. ഈ മഹോദയപുരത്തെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, വിമർശനങ്ങൾ
അല്ല മഹോദയ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മഹോദയർ ഈ പഴയ ഗ്രന്ഥങ്ങൾ, പഴയ ഇതൊക്കെ ഐതിഹ്യങ്ങൾ, ലെജൻഡുകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പിന്നെ വിമർശനങ്ങളാണ്. എത്രത്തോളം ചരിത്രപരമായ വസ്തുതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം ചേര സാമ്രാജ്യത്തെക്കുറിച്ചുള്ളത്, പിന്നെ അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്നതിനെ കുറിച്ചുള്ളത്, അതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ നമ്മുടെ പിന്നെ ലിറ്റററി റെക്കോർഡ്സ് മാത്രമാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. എത്രത്തോളം വസ്തുതാപരമായിട്ടുള്ള വിമർശനങ്ങളാണ് അത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള കുറേയേറെ പിന്നെ ഫാക്ട്സ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, ഫാക്ട്സിനെ നിർദ്ധാരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് റെക്കോർഡ്സ് അദ്ദേഹം പരിശോധിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് PK ബാലകൃഷ്ണൻ്റെ ശ്രമം വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ രംഗത്ത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള എൻക്വയറീസ് ഇനിയും വേണ്ടതാണ്. പ്രത്യേകിച്ചും കീഴാള സമൂഹങ്ങളുടെ സാമൂഹിക പശ്ചാത്തലം, സാമൂഹികമായ കോൺട്രിബ്യൂഷൻസ്, അവരുടെ സാമൂഹികമായ വളർച്ച, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൃത്യമായിട്ട് പോകണം. കാരണം അത് വളരെ പ്രധാനമാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ബാലകൃഷ്ണൻ്റെ പുസ്തകത്തിൽ എന്ത് എഴുതിയതിനേക്കാൾ പ്രധാനം, ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിയ ഒരു കാര്യം, ഈ ജാതി സമൂഹങ്ങളുടെ സ്വാധീനം എത്രത്തോളം നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിലുള്ളതാണ്. രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. എല്ലായ്പ്പോഴും നമ്മുടെ ഇലക്ഷൻ സിസ്റ്റത്തെ, നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ, പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ജാതി എന്ന് പറയുന്ന അല്ലെങ്കിൽ സമുദായം എന്ന് പറയുന്ന സംഗതി വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഈ സെക്യുലർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരിക്കലും പരസ്യമായിട്ട് അംഗീകരിച്ചതില്ല. കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, CPM ആയാലും ശരി, ഈ പാർട്ടികളൊന്നും സാമുദായിക വിഭാഗങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പങ്കാളിത്തത്തെ മനസ്സിലാക്കുകയോ അത് അംഗീകരിക്കും. പക്ഷെ അതേ സമയത്ത് ഒരു പ്രാക്ടിക്കലായിട്ട് അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരു വോട്ടിന് വേണ്ടി വരെല്ലാം സമ്മതിക്കുന്നുണ്ടല്ലോ എല്ലാ ജാതി. അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനകത്ത് വ്യത്യസ്തമായിട്ടൊരു സമീപനം എടുത്ത ആദ്യത്തെ പാർട്ടി മുസ്ലിം ലീഗാണ്. കാരണം സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ ശാക്തീകരണ പ്രവർത്തനങ്ങൾ അവരുടെ സമുദായത്തെ മാത്രമല്ല ശക്തിപ്പെടുത്തിയത്, കീഴാള സമൂഹങ്ങളെ വലിയ തോതിൽ ശക്തിപ്പെടുത്തി. അതാണ് മുസ്ലിം ലീഗിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. അതിനെ EMS അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് 64 തെരഞ്ഞെടുപ്പിലും 67 തെരഞ്ഞെടുപ്പിലും യൂസ് ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അന്നും അത് മനസ്സിലായിരുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് 60കളിൽ സത്യത്തിൽ 60 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കിട്ടിയിട്ട് പോലും ആ പിന്തുണ ഉപയോഗിക്കാതെ പിന്നെ സ്പേസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, പന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വോട്ടിലേക്ക് തട്ടിക്കൊടുത്തു. എന്തുകൊണ്ട്? ഈ സാമുദായിക വിഭാഗങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നതിൽ അന്നത്തെ കോൺഗ്രസ്സുകാരും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും രണ്ട് കൂട്ടരും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അന്ന് കോൺഗ്രസ്സുകാർക്കാണ് ആ നഷ്ടം വന്നത്. കാരണം 60-ന് ശേഷം 67 ആയപ്പോഴും കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ സാധനം പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായില്ലായിരുന്നു. ഇപ്പോൾ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ തരത്തിൽ സാമുദായിക വിഭാഗങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു അവരെ കൂടെ നിർത്തുന്ന തരത്തിലുള്ള ഒരു ഇലക്ട്രൽ സ്ട്രാറ്റജി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ സമീപനം CPM എടുത്തിരുന്നില്ലെങ്കിൽ അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടൊരവസ്ഥ ഉണ്ടാകുമെന്ന്. പക്ഷേ നമ്മളുടെ കണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന അനുഭവം എന്ന് വെച്ചാൽ വലിയ തോതിൽ ഈ വിഭാഗങ്ങൾ അകന്നുപോയി എന്നാണ്. മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങൾ മാത്രമല്ല, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദളിത്, ആദിവാസി വിഭാഗങ്ങളടക്കമുള്ള ആളുകൾ അവരും അകന്നു പോവുകയാണ്. അതുപോലെ OBC വിഭാഗങ്ങളിൽപ്പെട്ട ഈഴവ, തീയ തുടങ്ങിയ സമുദായങ്ങളിൽ നിന്നും ഒരു പങ്കെങ്കിലും മറുഭാഗത്തേക്ക്, ഈ സംഘപരിവാരത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി രൂപീകരിക്കുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ, ഇപ്പോൾ സെക്യുലർ പൊളിറ്റിക്കൽ പാർട്ടികൾ പരാജയപ്പെടുന്നുള്ളത് കൂടി പ്രധാനമാണ്. ബാലകൃഷ്ണനെ പോലുള്ള ആളുകൾ ഇന്നത്തെ ഈ അവസ്ഥയുടെ സങ്കീർണാവസ്ഥ, ഇതിൻ്റെ സാമൂഹികമായിട്ടുള്ള വിഭാഗങ്ങളുടെ പ്രാധാന്യം അതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത സമയത്ത് പോലും അതനുസരിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിൽ നമ്മുടെ സെക്യുലർ പാർട്ടികൾ വിജയിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ പ്രധാനമാണ്. അതിൽ വേറൊരു ലക്ഷണം, നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 90കളിൽ എന്തായിരുന്നു സ്ഥിതി? 90ൽ 1990-ലായിരുന്നു ഡിസ്ട്രിക്ട് കൗൺസിൽ ഇലക്ഷൻ ഉണ്ടായത്. സദ്ദാം ഹുസൈൻ EMS വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അതിൻ്റെ നേട്ടങ്ങൾ കിട്ടി. അതായത് കേരളത്തിൽ വിജയിക്കണമെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അകറ്റി നിർത്തിക്കൊണ്ട് വിജയിക്കാൻ കഴിയില്ല. കാരണം ഏറ്റവും സോളിഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അവരാണ്. മറ്റുള്ള കമ്മ്യൂണിറ്റികൾ എന്ന നിലയ്ക്ക് പല ആഭ്യന്തരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോഷ്യൽ കൺസോളിഡേഷൻ ഈസ് ഓൾമോസ്റ്റ് ഒരു സബ്സ്റ്റാൻഷ്യലാണ്. അപ്പോൾ അത് EMS അന്ന് ഉപയോഗിച്ചു, വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചു, നന്നായിട്ട് ഉപയോഗിച്ചു.
പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തുടർച്ച അതിനുണ്ടായില്ല. മാത്രമല്ല പലരെയും വെറുപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈഴവ കമ്മ്യൂണിറ്റി തൊട്ട് പിന്നാലെ ഇലക്ഷൻ 91 തോന്നുന്നു EMSന്റെ തന്നെ ഒരു ലേഖനമാണ് പിന്നീട് ആ തെരഞ്ഞെടുപ്പ് വലിയ പരാജയത്തിൽ കുമാരനാശനെ ബ്രിട്ടീഷുകാരുടെ പാദദാസൻ എന്നൊക്കെ വിമർശിച്ചു. വട്ടുംവളയും 1920s അത് ആക്ച്വലി 1920 വട്ടുംവളയും വാങ്ങിയതാണ് ഇതിനകത്ത് പ്രശ്നം. വട്ടുംവളയും വാങ്ങാൻ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ബ്രിട്ടീഷുകാരുമായി യോജിച്ചു. മലബാറിൽ ആ സമയത്ത് സൈമൺ കമ്മീഷൻ വന്ന സമയത്താണ്. സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മിതവാദി കൃഷ്ണൻ്റെ മിതവാദി പത്രം അദ്ദേഹം ഇവിടെ പാറൻ സ്ക്വയറിൽ ഇരുന്നുകൊണ്ട് അതിന് സൈമൺ കമ്മീഷനെ സ്വീകരിക്കാൻ തയ്യാറായ. പക്ഷെ അതായിരുന്നു അന്നത്തെ പൊളിറ്റിക്സ്. 1920s പൊളിറ്റിക്സ് എന്ന കീഴാള സമൂഹങ്ങൾ, ഈഴവരായാലും തീയരായാലും അതുപോലെ അത് മിതവാദി കൃഷ്ണൻ മുതൽ കുമാരനാശൻ വരെ അവരൊക്കെ ആ ബ്രിട്ടീഷുകാരുമായി യോജിച്ചാൽ തന്നത്. ആക്ച്വലി മിതവാദി കൃഷ്ണൻ ഈ അദ്ദേഹത്തിൻ്റെ നാരായണ ഗുരുവിൻ്റെ ടെമ്പിൾസിൻ്റെ ട്രസ്റ്റുകളുടെയൊക്കെ ഒരു ട്രസ്റ്റി ആയിരുന്നു. അങ്ങനെ വളരെ അടുത്ത ആളായിരുന്നു. അപ്പം ഈ ഒരു സാമൂഹികമായിട്ടുള്ള വിഭാഗങ്ങളെ ആൻറ്റഗണൈസ് ചെയ്യുക, ഏലിയനേറ്റ് ചെയ്യുക എന്നുള്ളതൊരു സെക്യുലർ ക്രെഡൻഷ്യലായിട്ട്, അല്ല സെക്യുലറിസത്തിൻ്റെ ഒരു ക്രെഡൻഷ്യൽ, നമ്മൾ സെക്യുലറിസ്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ പിന്നോക്കക്കാരനെ ചവിട്ടണം എന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ഇവിടെയോ ഉയർന്നു വന്നിട്ടുണ്ട്. അത് EMSന്റെ കാര്യത്തിൽ അത് ബോധപൂർവം ആണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ദുരന്ത ഫലം അനുഭവിച്ചു. പിന്നീട് കൈരളി TV ഉണ്ടായ കഥ ഓർമ്മയുണ്ടോ? കൈരളി TV ഉണ്ടായൊരു കഥ അറിയില്ലേ? നമ്മുടെ അമൃതാനന്ദമയിയെ ആയിട്ടെന്ന് ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു പുസ്തകം, ആസ്ട്രേലിയക്കാരി ഒരു സ്ത്രീ ഒരു പുസ്തകം എഴുതി. അമൃതാനന്ദമയി ദൈവമൊന്നുമല്ല, അവർക്ക് ശാരീരികമായി മെൻസസ് പോലുള്ള സംഗതികളുണ്ട്, ദൈവത്തിനെന്ത് മെൻസസ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൈരളിയുടെ TVയുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് അമേരിക്ക വരെ പോയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി സംഗതിയൊക്കെ ഇവർ ഇവർ ദൈവമൊന്നുമല്ല, മനുഷ്യരാണ്, ഇങ്ങനെയുള്ള ചില ശാരീരിക പ്രക്രിയകൾ അവർക്കുണ്ട് എന്ന് കണ്ടെത്തി റിപ്പോർട്ടൊക്കെ ചെയ്തു. എന്തുണ്ടായി? അപ്പോൾ അതോടുകൂടി തീരദേശത്തുള്ള ഒരുപാട് മണ്ഡലങ്ങളിൽ CPM കിട്ടേണ്ട വോട്ട് അമർവാത്തേക്കുഴി MA ബേബി അടക്കമുള്ള ആളുകൾ തലകുത്തി വീണു. എന്തുകൊണ്ട്? അനാവശ്യമായിട്ട് ആളുകളെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളതായ കാര്യം. അപ്പം ഈ ഒരു കൾച്ചർ എനിക്ക് തോന്നുന്നത് ദീർഘകാലമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സുകാർ ആ പരിപാടി എന്നോ നിർത്തി. ആളുകൾ വെറുതെ വെറുപ്പിക്കുന്ന പരിപാടി നിർത്തി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും അവസാനം വിജയരാഘവൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇപ്പോൾ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പദവി വാങ്ങാൻ പോകുന്നു. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. CH മുഹമ്മദ് കോയ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഔക്കാദർ കുട്ടി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഇപ്പം കുഞ്ഞാലിക്കുട്ടിക്ക് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പദവി കൊടുത്താൽ എന്താ തെറ്റുള്ളത്? കാരണം വളരെ പ്രധാനപ്പെട്ട അപ്പം ഈ തരം കാര്യങ്ങളിലുള്ള സമുദായങ്ങളെ അനാവശ്യമായിട്ട് അപമാനിക്കുക, അവരുടെ സാമൂഹിക സ്വാധീനത്തെ എന്താ പറയുക ഡീലെജിറ്റിമൈസ് ചെയ്യുക, ഇതൊരു കൾച്ചറായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് മാറണമെങ്കിൽ അവർ ഈ PK ബാലകൃഷ്ണൻ്റെ ഔഷധം അല്പം സേവിക്കുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പുസ്തകം വായിക്കുന്നത് എന്തായാലും ഗുണം ചെയ്യും. പക്ഷേ പുസ്തകത്തിൽ നിന്ന് ചില മെസ്സേജ് എടുക്കുകയാണെങ്കിൽ പിന്നോക്കക്കാരനും ആത്മാഭിമാനമുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം അവർ എടുക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ അതല്ല നമ്മളിപ്പോൾ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.